ഹേയ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു 10-15 ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു 2 കപ്പോളം മൈദ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഡോ മേക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പോളം വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ എടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ഷുഗറും പിന്നെ കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾ കൈകൊണ്ട് നമുക്ക് കുഴച്ചാൽ എടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോ മേക്കറിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കർഡും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം കർഡ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം, ഒരുപാട് ചൂട് വേണ്ട, അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ ചത്തുപോകും. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അത് വെളിയിലോട്ട് പോയതാട്ടോ. ഞാൻ വീഡിയോ നോക്കി വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ ഇപ്പം നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടേ. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ 15 മിനിറ്റ് ഞാനിവിടെ വെക്കുന്നുള്ളേ. അപ്പോൾ 15 മിനിറ്റ് ഞാനൊരു അല്പം ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മാവ് ഡ്രൈ ആയി പോവരുത്. ഇനി ഈസി ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാവ് നമുക്കൊരു 4 ബോൾസ് ആക്കി മാറ്റാം. ഈ ഒരൊറ്റ ബോളിലാണ് ശരിക്കും പറഞ്ഞാൽ കടകളിൽ നമുക്ക് കിട്ടുന്ന ഭട്ടൂര ഉണ്ടാക്കുന്നത്. നല്ല വലിയ ഭട്ടൂരയാണല്ലോ. ഇത് നമ്മളിപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ എണ്ണ അതായത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാവ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം പൊടിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാൻ അധികം പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പം കുറച്ച് വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ശരിക്കും ഇത് കുറച്ച് കട്ടിക്കും കൂടെ പരത്തിയെടുക്കണം. കാരണം ഇത്രയും തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഭട്ടൂര എപ്പോഴും നല്ല കട്ടിക്കാണ് പരത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ പാച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര തിന്നായിട്ട് പരത്തി എടുത്തത് കേട്ടോ. ഇനി നമ്മൾ ഒന്നുമില്ല, എണ്ണയിലേക്ക് ഇടുക, വറുത്തെടുക്കുക. പൂരിയേക്കാൾ കുറച്ചും കൂടി ടേസ്റ്റ് മുന്നിൽ ഭട്ടൂര തന്നെയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അടിപൊളി കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചനാ ബട്ടർ മസാലയാണ്. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഡിന്നറിന് വൈകിട്ട് നല്ല വെറൈറ്റി റെസിപ്പീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമേ. പിന്നെ അതുപോലെ ചനാ ബട്ടർ മസാലയുടെ വീഡിയോസ് ഞാൻ ഷോർട്സിലൊക്കെ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ടാഗ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഭട്ടൂര കറക്റ്റ് ഷേപ്പിൽ കുറച്ചും കൂടെ കണ്ണത്തിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. കുറച്ചും കൂടെ കട്ടിക്ക് ഞാൻ പരത്തി ഇതാക്കി ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇഷ്ടമുള്ള കമൻറ്റും ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.